നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത BJP സർക്കാരിനെതിരെ CPIM കൂത്താട്ടുളം ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CPIM ഏരിയ സെക്രട്ടറി സഖാവ് PB രതീഷ് ഉദ്ഘാടനം ചെയ്തു. സഖാവ് സണ്ണി കുര്യാക്കോസ് അധ്യക്ഷനായി. സഖാവ് CN പ്രഭകുമാർ, ഫെബീഷ് ജോർജ്, അരുൺ അശോകൻ, നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ എന്നിവർ സംസാരിച്ചു. ചോദിച്ചാൽ തൃശ്ശൂരിൽ നിന്നൊരു MP ഇപ്പം കേരളത്തിൽ നിന്ന് വിജയിച്ച് പാർലമെന്റിനകത്ത് ചെന്നിട്ടുണ്ട്, സുരേഷ് ഗോപി. നമുക്കറിയാം, കേരളത്തിന്റെ ഒരു പൊതുവായ സാഹചര്യം നമുക്കറിയാം. കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളും മതഭൂരിപക്ഷം എല്ലാവരും ഒരേ നിലയിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു പോയ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല. അകാരണമായി ജയിലിലടച്ച കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാനോ പാർലമെന്റിനകത്ത് ഈ വിഷയം ഉന്നയിക്കാനോ ഈ MP തയ്യാറായില്ല. ഏറ്റവും അശരണരായ മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ദുർബലരും സാധാരണക്കാരുമായ മനുഷ്യരെ ചേർത്ത് പിടിക്കാനും അവർക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും പരിരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് സമർപ്പിതമായ രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കന്യാസ്ത്രീകളെ ഭീകരവാദികളെ എന്നതുപോലെ പിടിച്ചുകൊണ്ടു പോവുകയും കൽത്തുറങ്കിൽ അടയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ ജനിച്ചു വളർന്ന് ഒരാൾ നമ്മുടെ ജില്ലക്കാരിയാണ്, അങ്കമാലി പാറക്കടവ് സ്വദേശിയാണ്. മറ്റൊരാൾ കണ്ണൂർ ജില്ലക്കാരിയാണ്. കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ പഠിച്ച് പഠനത്തോടൊപ്പം ക്രിസ്തീയ ആദർശങ്ങളിലും നിലപാടുകളിലും ജീവിതം സമർപ്പിക്കാൻ മുമ്പോട്ട് വന്ന രണ്ട് മഹത് വനിതകൾ. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.